നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി താരങ്ങളാണ് പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായി നടൻ സിദ്ദിഖും സംവിധായകൻ രഞ്ജിത്തും രാജിവെക്കുകയും ചെയ്തിരുന്നു. ഈ വിവാദങ്ങൾക്കെല്ലാം പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരെ പീഡന ആരോപണമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി മീനു. മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടി രംഗത്തെത്തിയത്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, അതുപോലെ വിച്ചു എന്നിവർക്കെതിരെയും ആരോപണമുണ്ട്. മുകേഷും ജയസൂര്യയും ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചുവെന്ന് മീനു പറയുകയാണ്. കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് മുകേഷ് കടന്നുപിടിച്ചു. സഹകരിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് ജയസൂര്യയും പറഞ്ഞു. ജയസൂര്യയുടെ മോശം പെരുമാറ്റം ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ സെറ്റിലാണ് നിഷേധിച്ചതോടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അമ്മയിലെ അംഗത്വ അപേക്ഷ മുകേഷ് ഇടപെട്ട് തള്ളി. ഇവർക്കെതിരെ സംഘടനയ്ക്ക് പരാതി നൽകുമെന്നും നടി പറഞ്ഞു. 2013 ദുരനുഭവം ഉണ്ടായത്. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ലാത്തതിനാൽ മലയാള സിനിമാ മേഖല ഉപേക്ഷിക്കേണ്ടി വന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് നടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സിനിമയിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ഉപദ്രവം അസഹനീയമായതോടെ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ താൻ നിർബന്ധിതയായി എന്നും മീനു പറയുന്നു. തനിക്കുണ്ടായ മാനസികാഘാതത്തിനും വിഷമങ്ങൾക്കും ഉത്തരവാദിയായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മീനു ആവശ്യപ്പെടുകയാണ്. ജയസൂര്യ, മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു ഇവരിൽ നിന്നും തനിക്ക് ശാരീരികമായും മാനസികമായും പീഡനമുണ്ടായെന്നാണ് മീനു മുനീർ ആരോപിച്ചത്. അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ഇടവേള ബാബു വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടുവെന്നും പറഞ്ഞു. മണിയമ്പിള്ള രാജു മോശമായി പെരുമാറിയെന്നാണ് മീനു പറഞ്ഞത്. ഡാ തടിയ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഹോട്ടൽ മുറിയിലേക്ക് വരുമെന്നും പറഞ്ഞുവെന്നും പിറ്റേ ദിവസം ലൊക്കേഷനിൽ വെച്ച് ദേഷ്യപ്പെട്ടുവെന്നും മീനു ആരോപിച്ചു. അതേസമയം സംവിധായകൻ കഥകൾ മുട്ടിയെന്നും പ്രതിഫലം പോലും തരാതെ വഞ്ചിച്ചത് കാട്ടി പരാതി നൽകിയിട്ടും അമ്മ നേതൃത്വം ഇടപെടാതിരുന്നതിനെ കുറിച്ചുമുള്ള ദുരനുഭവങ്ങൾ വിവരിച്ചുള്ള നടിയുടെ ഇമെയിൽ ഒരു മാധ്യമത്തിന് ലഭിച്ചിരുന്നു. 2006 ഒരു സംവിധായകൻ നിരന്തരം കഥകൾ മുട്ടിയപ്പോൾ മറ്റൊരു മുറിയിലേക്ക് താമസം മാറിയാണ് രക്ഷപ്പെട്ടതെന്നാണ് ഇമെയിൽ സന്ദേശത്തിൽ നടി ആരോപിച്ചത്. മറ്റു സിനിമകളിൽ പ്രതിഫലം നൽകാതെ വഞ്ചിച്ചതും സംവിധായകനിൽ നിന്നുണ്ടായ മോശം അനുഭവം ചൂണ്ടിക്കാണിച്ച് 2018 അമ്മ സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടും പ്രതികരണമോ നടപടിയോ ഉണ്ടായില്ലെന്നും അമ്മ അംഗമായ തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടുവെന്നും മറ്റൊരു നടി വ്യക്തമാക്കി. വൈകുന്ന നീതി നിഷേധത്തിന് തുല്യമാണെന്നും നടി ഇമെയിലിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ പുതിയ മെയിൽ അയച്ചിട്ടും ഇതുവരെ മറുപടി ആയില്ലെന്നും നടി പറയുകയുണ്ടായി. അമ്മയ്ക്കുള്ളിലെ നീതി നിഷേധത്തെക്കുറിച്ചാണ് നടി ഇമെയിലിൽ വിശദീകരിക്കുന്നത്. 2006 രാത്രിയിൽ കഥകൾ മുട്ടിയുള്ള സംവിധായകന്റെ പെരുമാറ്റമുണ്ടായത്. ഇത് 4 ദിവസത്തോളം തുടർന്നുവെന്നും പിന്നീട് സ്വന്തം അമ്മയെ വിവരമറിയിച്ച് റൂം മാറുകയായിരുന്നുവെന്നും നടി പറയുന്നു. ഈ സംഭവത്തിന് പിന്നാലെ സിനിമയിൽ തന്റെ ഡയലോഗുകളും സീനുകളും സംവിധായകൻ വെട്ടിക്കുറച്ചു. അന്ന് പരാതി പറയാൻ അമ്മയ്ക്ക് സംവിധാനമില്ലായിരുന്നു. പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും സിനിമയ്ക്ക് വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്നാണ്. ഇടയ്ക്ക് സിനിമയിൽ പ്രതിഫലം തരാതെ വിഷയം പറഞ്ഞപ്പോൾ അമ്മ സെക്രട്ടറി പറഞ്ഞത് പ്രശ്നമുണ്ടാക്കണ്ടെന്നും കരിയറിനെ ബാധിക്കുമെന്നും എന്നായിരുന്നു. ഇപ്പോഴും പല സിനിമകളിലും പ്രതിഫലം കിട്ടാനുണ്ട്. പ്രശ്നങ്ങൾ ഉയർന്നാൽ അത് ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനാൽ പലർക്കും നീതി ലഭിക്കുന്നില്ല. 2018 അയച്ച മെയിലിന് പുറമെ ഓഗസ്റ്റ് 20 വീണ്ടും മെയിൽ അയച്ചിട്ടുണ്ടെന്ന് നടി വ്യക്തമാക്കി. അമ്മ ജനറൽ ബോഡിക്കും പ്രസിഡന്റിനുമാണ് നടി പുതിയ മെയിൽ അയച്ചിരിക്കുന്നത്. ശക്തരോടൊപ്പം ചേർന്ന് നിന്ന് ദുർബലരെ സമ്മർദ്ദത്തിലാക്കാനല്ല അമ്മ സംഘടനയെന്നും നടി തുറന്നടിച്ചിരുന്നു. വിശ്വസ്തതയുടെ അസ്വസ്ഥമായ അംഗം എന്ന് പറഞ്ഞാണ് മെയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒന്നിനും ഇപ്പോഴും മറുപടിയില്ല. ഒരു ഘട്ടത്തിൽ പോലും പോസിറ്റീവായ ഇടപെടൽ ഉണ്ടായില്ലെന്നും നടി പറഞ്ഞു. എന്തായാലും ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ നിരവധി നടിമാരാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. ഇത് മുൻനിര താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിച്ഛായ തന്നെ മങ്ങുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത്. ഇടവേള ബാബു, അതുപോലെ ജയസൂര്യ, അതുപോലെ സിദ്ദിഖ്, മുകേഷ് തുടങ്ങി അലൻസിയർ തുടങ്ങി അവർക്കെതിരെ എല്ലാം നടിമാർ രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ദുരനുഭവങ്ങൾ പറഞ്ഞു പോകുമ്പോൾ സിനിമയിൽ ഒന്നടങ്കം ഞെട്ടുകയാണ്. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നത് അറിയുമ്പോൾ ഒന്നടങ്കം ആരാധകർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഞെട്ടുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.